യേശു തന്റെ 13-ാം വയസ്സിൽ കൂടുതൽ വിജ്ഞാന സമ്പാദനത്തിനായി ഭാരതത്തിലേക്ക് യാത്രയായി എന്ന കഥ പ്രസിദ്ധമാണ്. കിഴക്കൻ നാട്ടിലേക്കുള്ള ഒരു വ്യാപാര സംഘത്തോടൊപ്പമാണ് അദ്ദേഹം തന്റെ 13-ാം വയസ്സിൽ പുറപ്പെട്ടു പോയത്. ധാരാളം പഠനങ്ങളും ഗവേഷണങ്ങളുമെല്ലാം നടന്നിട്ടുള്ള ഒരു വിഷയമാണിത്. ഭാരതത്തിൽ ബ്രാഹ്മണരുടെ പുണ്യഗ്രന്ഥങ്ങളായ വേദങ്ങൾ പഠിച്ചുകൊണ്ട് അദ്ദേഹം 6 വർഷം അവരോടൊപ്പം ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ യേശു ഇന്ത്യൻ ജാതിവ്യവസ്ഥയിൽ പൂർണ്ണമായും നിരാശനാകുകയും അതിനെ പരസ്യമായി അപലപിക്കുകയും ചെയ്തത് ബ്രാഹ്മണരുടെ രോഷം ഉണർത്താൻ കാരണമായത്രേ. ബ്രാഹ്മണർ ശത്രുക്കളായി മാറിയപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പലായനം ചെയ്യുകയും ബുദ്ധമതക്കാരുടെ സംഘത്തിൽ ചേരുകയും ചെയ്തു എന്നാണ് കഥ. അവരിൽ നിന്ന് ബുദ്ധമതത്തിന്റെ ഭാഷയായ പാലി പഠിക്കുകയും ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ പ്രാവീണ്യം നേടുകയും ചെയ്തു. യേശുവിന്റെ ജീവിതത്തിലെ 13-നും 30-നും ഇടയിലുള്ള ആ അജ്ഞാത വർഷങ്ങളിൽ യേശു എവിടെയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയ പാശ്ചാത്യ ചിന്തകർ പലരുമുണ്ട്. എല്ലാവരും ഒരേ സ്വരത്തിൽ യേശു ഇന്ത്യയിൽ ആയിരുന്നു എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനു കാരണം യേശുവിന്റെ ആശയങ്ങൾ എല്ലാം തന്നെ പൗരസ്ത്യ ചിന്തകളാൽ നിബിഡമായിരുന്നു എന്നതാണ്. യഹൂദരുടെ ഇടയിൽ യേശുവിന് കൂടുതൽ അവമതിപ്പ് ഉണ്ടാക്കിയതും ഈ പൗരസ്ത്യ ആശയങ്ങൾ തന്നെയായിരുന്നു. 13 വയസ്സിനും 30 വയസ്സിനുമിടയിൽ യേശു എവിടെയായിരുന്നു, എന്ത് ചെയ്യുകയായിരുന്നു എന്ന ചോദ്യത്തിന് യുക്തിസഹമായ ഒരു വിശദീകരണം നൽകാൻ ബൈബിൾ സുവിശേഷകർക്ക് കഴിയുന്നില്ല. അദ്ദേഹം പിതാവിനോടൊപ്പം ആശാരിപ്പണി ചെയ്തുകൊണ്ട് അടങ്ങിയൊതുങ്ങിക്കഴിഞ്ഞു എന്ന വിശദീകരണം അത്ര കണ്ട് യുക്തിസഹമായില്ല. അങ്ങനെ ആശാരിപ്പണിയുമായി കഴിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം ലോകം അറിയപ്പെടുന്ന ഒരു പെരുന്തച്ഛനായി മാറുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്രക്കും ധിഷ്ണാശാലി ആയിരുന്നു അദ്ദേഹം. 12-ാം വയസ്സിൽ ജെറുസലേം ദേവാലയത്തിലെ വേദപണ്ഡിതന്മാരെ അമ്പരിപ്പിക്കുന്ന പയ്യൻ പിന്നീട് 29 വയസ്സുവരെ ഒന്നും മിണ്ടാതെ ഒളിപ്പണിയുമായി നടന്നത്രേ. ആ കഥ യുക്തിക്ക് നിരക്കുന്നതല്ല, വിശ്വസനീയവുമല്ല. എന്നാൽ ആ കാലഘട്ടത്തിൽ യേശു ഭാരതത്തിൽ ആയിരുന്നു എന്ന് പറയുന്നതിൽ കൂടുതൽ യുക്തിയുണ്ട്. കഥകൾ കൂടുതൽ യുക്തിയുക്തമായി അവതരിപ്പിക്കുമ്പോൾ മാത്രമാണ് അത് വിശ്വസനീയമായി മാറുന്നത്. അങ്ങനെ പാശ്ചാത്യ ചിന്തകർ കണ്ടെത്തിയ യുക്തിസഹമായ പുതിയ കഥയിലൂടെ യേശുവിന്റെ ജീവിതത്തിലെ 17 വർഷത്തിന്റെ ശൂന്യത നികത്തപ്പെടുകയാണ്. യേശുവിന്റെ ഭാരത് ബന്ധം കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ യേശുവിന്റെയും ബുദ്ധന്റെയും ഉദ്ബോധനങ്ങളുടെ ഒരു താരതമ്യം മാത്രം പരിശോധിച്ചാൽ മതിയാകും. കൊല, മോഷണം, കള്ളസാക്ഷി പറയൽ, അവിഹിത ലൈംഗിക ബന്ധം എന്നിങ്ങനെ ജീവിതവിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങളും ബുദ്ധനും യേശുവും ഒരേപോലെ വിലക്കുന്നതായി കാണാം. മുതിർന്നവരെ ബഹുമാനിക്കണമെന്ന് ഇരുവരും ശരിക്കുന്നു. തിന്മയെ നന്മ കൊണ്ട് മറികടക്കുകയാണ് ഇരുവരുടെയും ലക്ഷ്യം. ശത്രുക്കളെ ദ്വേഷിക്കരുതെന്നും അവരെ സ്നേഹിക്കണമെന്നും രണ്ടുപേരും ഒരേപോലെ പഠിപ്പിക്കുന്നു. ഏതൊരു കാര്യത്തിലും സമാധാനം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനത്തിന് രണ്ടുപേരുടെയും ഉദ്ബോധനങ്ങളിൽ ഒരേപോലെ പ്രാധാന്യം നൽകുന്നു. വ്യർത്ഥമായ ഭൂമിയിൽ നിധി നിക്ഷേപിക്കുന്നതിനെതിരെ ഇരുവരും ഉപദേശിക്കുന്നു. ഇരുവരും മനുഷ്യരോട് മാത്രമല്ല മൃഗങ്ങളോടും കരുണ കാണിക്കുന്നു. ഇങ്ങനെ നോക്കിയാൽ താരതമ്യങ്ങൾ നിരവധിയാണ്. രണ്ട് വിശ്വാസങ്ങളുടെയും ചില ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ വാക്കുമായി പൊരുത്തപ്പെടുന്ന നിരവധി സന്ദർഭങ്ങൾ കാണാനാകും. ഇതൊന്നും യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല എന്ന് ഏതൊരു ഗവേഷകനും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പൗരസ്ത്യ ദർശനങ്ങൾ പഠിച്ചിട്ടുള്ളവർക്ക് യേശു ഭാരതത്തിൽ പോയിരുന്നു എന്നും ബുദ്ധിസം അദ്ദേഹത്തെ വളരെയേറെ സ്വാധീനിച്ചിരുന്നുവെന്നും മനസ്സിലാക്കാൻ യാതൊരു പ്രയാസമുണ്ടാവില്ല. അങ്ങനെ 17 വർഷത്തെ വിദേശവാസത്തിനു ശേഷം ധ്യാനത്തിലും യോഗവിദ്യകളിലും വൈദ്യചികിത്സയിലും മറ്റു പല രഹസ്യവിദ്യകളിലും പരിപൂർണനായ യേശു സ്വന്തം നാട്ടിൽ തിരിച്ചെത്തുന്നതോടെ ലോകം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളുടെ കലവറകൾ ഒന്നൊന്നായി തുറക്കുകയായി. Thank you for watching. Stay tuned for the next episode. Goodbye.